അപ്പോൾ ഈ പഞ്ചപ്രാണൻ്റെ പ്രവർത്തനം കുറയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ശാരീരികവും മാനസികവുമായ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കാമെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ പ്രാണനെയും നമുക്ക് നോക്കാം. പ്രാണൻ, അതായത് അതിൻ്റെ കുറവുണ്ടാകുമ്പോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഹൃദയത്തിനും തലയ്ക്കും ഇടയിലുള്ള ഭാഗത്താണ് ഇത് പ്രധാനമായി പ്രവർത്തിക്കുന്നത്. ഹൃദയത്തിലാണെന്ന് നേരത്തെ പറഞ്ഞത്, ഇരിപ്പിടം കേന്ദ്രത്തിൽ ഹൃദയത്തിലാണ്, പക്ഷെ പ്രവർത്തിക്കുന്നത് ഹൃദയത്തിനും തലയ്ക്കും ഇടയിലുള്ള ഭാഗത്താണെന്ന് പറയുന്നത്. അപ്പോൾ മൊത്തമായിട്ട് തലയ്ക്കും. വേറൊരു പ്രാണം പറഞ്ഞു, ഉദാഹരണൻ്റെ കാര്യം പറഞ്ഞു, അത് ഇതുമായിട്ട് നിങ്ങൾ മിക്സ് ആവരുത്. പക്ഷേ മെയിനായിട്ടുള്ള പ്രാണൻ്റെ വ്യവസ്ഥിതിയും പ്രാണൻ്റെ ഇരിപ്പിടവും അതിന് പ്രവർത്തനവും പറയുന്നത്. അപ്പോൾ ഇതിനെ പ്രവർത്തിക്കുന്നത് ശ്വസനം, നാഡീവ്യൂഹം എന്നിവയെ നിയന്ത്രിക്കും എന്ന് പറയുന്നത്. ശ്വസനത്തിനും നാഡീവ്യൂഹത്തിൻ്റെ ഫങ്ഷനും അതുപോലുള്ള കാര്യങ്ങൾക്കൊക്കെ ഇത് പ്രവർത്തിക്കുന്നു എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ഏറ്റക്കുറച്ചിലുണ്ടാകുമ്പോൾ ഒരു വ്യക്തിയിൽ ഇതിൻ്റെ കുറയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? ശ്വാസ തടസ്സം ഉണ്ടാകുന്നു, അതുപോലെ അമിതമായ ക്ഷീണം ഉണ്ടാകുന്നുണ്ട്, അസ്വസ്ഥത ഉണ്ടാകുന്നുണ്ട്, ഭയം ഉണ്ടാകുന്നുണ്ട്, ഏകാഗ്രത കുറവുണ്ടാകുന്നുണ്ട്. ഇവ എല്ലാം അനുഭവപ്പെടുന്നത് ഇതിൻ്റെ കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ. അപ്പം തന്നെ നമ്മളെവിടെ പോവും? ഡോക്ടറുടെയൊക്കെ പോവും. പോയിട്ട് നമ്മൾ എന്ത് ചെയ്യും? മരുന്ന് വാങ്ങിച്ച് കഴിക്കും. പക്ഷെ എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഒരു പ്രയോജനമില്ല. രോഗപ്രതിരോധ ശേഷി കുറയ്ക്കും ഇത്. അതായത് അടുത്തൂടെ ഏതെങ്കിലും ഒരു അസുഖക്കാരൻ പോയി കഴിഞ്ഞാൽ ചാടി പിടിച്ച് നമ്മുടെ ശരീരത്തേക്ക് കയറാൻ ഇത് സഹായിക്കും. അപ്പോൾ ഇതിൻ്റെ രോഗപ്രതിരോധ ശക്തി കുറയാൻ ഇത് സഹായിക്കും. അടുത്തത് അപാനനാണ്, നമ്മൾ പഠിച്ച രണ്ടാമത്തേത്. നാഭിക്ക് താഴെ സ്ഥിതി ചെയ്യുന്നതാണെന്ന് നമ്മൾ പ്രത്യേകം പറഞ്ഞു. അപ്പോൾ അപാനന് എന്തൊക്കെയാണ് അതിൻ്റെ ജോലിയെന്ന് പറഞ്ഞു? വിസർജനം, പ്രത്യുൽപാദനം എന്നിവയെ നിയന്ത്രിക്കുന്നതാണ് ഈ പറയുന്ന അപാനവായുവിൻ്റെ ഗതി എന്ന് പറയുന്നത്. അപ്പോൾ അപാനൻ കുറയുമ്പോൾ എന്താണ് ഉണ്ടാകുന്നത്? അപാനൻ്റെ പ്രശ്നം എന്താണ്? മലബന്ധം, മൂത്രതടസ്സം, ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾ, നടുവേദന എന്നിവ ഉണ്ടാകാം. ശരീരത്തിലെ വിഷാംശം പുറന്തള്ളാൻ പ്രയാസപ്പെടും. നമുക്കറിയാം ശരീരത്തിൽ വിഷം എങ്ങനെ ഉണ്ടാകുന്നത്. നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെല്ലാം തന്നെ വിഷമയമാണ്. അത് വരുന്നതെല്ലാം നമുക്കറിയാം, വളരെ പലയിടത്തു നിന്നാണ് ഇത് വരുന്നത്. അപ്പോൾ ഈ വരുന്നതെല്ലാം തന്നെ ഈ അതായത് തമിഴ്നാട്ടിൽ നിന്നോ അതുപോലുള്ള സ്ഥലത്തു നിന്നാണ് വരുന്നത്. അവരെല്ലാം വിഷം അടിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. കേരളക്കാരന് ഉണ്ടാക്കുന്നതാണ് ഈ സാധനങ്ങളെല്ലാം. ഇവിടെ വന്ന് നമ്മൾ അതിന് സാധാരണയായിട്ട് കറിയുപ്പ് പോലുള്ള കല്ലുപ്പ് പോലുള്ള സാധനത്തിലിടുകയോ അതുപോലെ തന്നെ കല്ലുപ്പ് അതിനകത്ത് വെള്ളം ഒഴിച്ച് അതിനകത്തിലിട്ട് കുറേ മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് വിഷാംശം പോകുമെന്ന് പറയുന്നത്. അതിലൊന്നും മൊത്തമായിട്ട് പോകത്തില്ല. പക്ഷേ ഇതാണ് നമ്മുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നത്. ഇത് നമ്മുടെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ രക്തത്തിൽ കലർന്ന് നമ്മുടെ ശരീരത്തിന് ഇല്ലാത്ത രോഗങ്ങളെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അപ്പം അതിന് രോഗപ്രതിരോധ ശേഷി കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ ടോക്സിൻ ഈ ഭാഗത്തൂടാണ് മലവിസർജനത്തിൽ കൂടി മൂത്രത്തിൽ കൂടി പോകേണ്ട ടോക്സിനും ഇതൊന്നും പോയില്ലെങ്കിൽ, ഇതിൽ കൂടി പോയില്ലെങ്കിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് ഈ അപാനൻ്റെ കാര്യത്തിൽ നമ്മൾ അറിയേണ്ടതെന്ന് മനസ്സിലാക്കുന്നു. അടുത്ത സമാനനാണ്. വയറിൻ്റെ ഭാഗത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. വയറിൻ്റെ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ദഹനപ്രക്രിയയ്ക്ക് സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാണനാണ് സമാനൻ എന്ന് പറയുന്നത്. ദഹനപ്രക്രിയ ശരിയായില്ലെങ്കിൽ നമുക്കറിയാം ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്കറിയാം, ഇല്ലേ? രാത്രിയിലത്തെ ആഹാരം, ഭക്ഷണം കഴിക്കുന്ന രീതി യോഗയിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. രാവിലത്തെ ആഹാരം ഒരു 9 മണിയാകുമ്പോൾ, ഇതിൻ്റെ കൃത്യനിഷ്ഠ വയ്ക്കണേ. ഓരോരുത്തർ 9 മണിക്കലത്തെ ആഹാരം 12 മണിക്ക് കഴിക്കുന്നവരുണ്ട്. അവരോടൊക്കെയാണ് പ്രത്യേകമായിട്ട് പറയാനുള്ളത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഫാസ്റ്റ്, നമ്മൾ ഫാസ്റ്റിങ്ങിനെ ബ്രേക്ക് ചെയ്യുവാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള ആഹാരം കഴിക്കുകയും വേണം. എന്തെങ്കിലും കഴിച്ചു പോകും. പലരും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാറില്ല. അതൊന്നും വലിയ കാര്യമില്ല എന്നുള്ള രീതിയിൽ പോകാറുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന ഏറ്റവും വലിയ ദുരിതമാർക്കും കിട്ടാൻ പോകുന്നത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമമായ രീതിയിൽ നല്ല പ്രധാനപ്പെട്ട പോഷകഗുണങ്ങളുള്ള ആഹാരമാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് 9 മണിയാകുമ്പോൾ കഴിച്ചിരിക്കണം. ഉച്ചക്കലത്തേത് നമ്മൾ അപ്പോഴത്തെ ഒരു 4 മണിക്കൂർ കഴിയുമ്പോൾ ദഹിക്കും ഈ 9 മണിക്ക് കഴിക്കുന്ന ആഹാരം. 1 മണിക്ക് ഉച്ചക്കലത്തെ 1 തൊട്ട് 1:30 വരെയുള്ള ആഹാരം. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് രാജാവിനെ പോലെയും ഉച്ചക്കലത്തെ ആഹാരം ലഞ്ചെന്ന് പറയുന്നത് നമ്മളൊരു സാധാരണക്കാരനെ പോലെയും വേണം കഴിക്കാൻ. അതായത് ചോറൊക്കെ വളരെ കുറച്ച് അതിനകത്ത് സലാഡ് കൂട്ടി അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ വേണം നമ്മൾ കഴിക്കാൻ. അതുപോലെ തന്നെ ഇലവർഗ്ഗങ്ങളൊക്കെ കൂടുതലായിരിക്കണം. മത്സ്യം കഴിക്കുന്നവർ കുഴപ്പമില്ല, മാംസം കഴിക്കുന്നവർ വളരെ കുറച്ച് കഴിക്കുക. അങ്ങനെയുള്ള തലത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയാൽ മാത്രമേ നമ്മുടെ ആഹാരം സമീകൃതമാകത്തുള്ളൂ. ആ ഒരു തലത്തിലേക്ക് പോകണം. ഉച്ചക്കലത്തെ ആഹാരം അതുപോലെ വേണം. അപ്പോൾ സമാനൻ്റെ ഡൈജഷൻ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പോഷകഗുണങ്ങളുണ്ടായിരിക്കണം. പൊറോട്ട പോലുള്ള ആഹാരത്തിൽ പോഷകഗുണങ്ങളില്ല, ഒരു രുചി മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ കഴിക്കുന്ന ഇറച്ചി എന്ന് പറയുന്നത് സെക്കൻഡറി ഫാറ്റാണ്.
ഈ ആടിൻ്റെ ഇറച്ചി കഴിക്കുന്നവർക്ക് മനസ്സിലാവേണ്ട, ആട് കഴിക്കുന്നത് പ്ലാന്റ്സ് ആണ്. അത് കഴിച്ചതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന എന്താണോ ഫാറ്റായാലും വിറ്റാമിൻ ആയാലും അതാണ് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നത്. അപ്പോൾ സെക്കൻഡറി ഫാറ്റ് നമുക്ക് കിട്ടുന്നത്. പ്രൈമറി എന്ന് പറയുന്നത് എപ്പോഴും പ്ലാന്റിലാണ് ഉള്ളത്. അതൊന്നും ആൾക്ക് അറിയത്തില്ല. ആൾ മേടിച്ച് നല്ല ടേസ്റ്റ്, ഈ ഇറച്ചി മാത്രമായിട്ട് പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല. അത് പിന്നെ നോർത്ത് ഈസ്റ്റുകാരെ കഴിക്കുമായിരിക്കും, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. അതിന് നമ്മളതിനകത്ത് ഈ മസാലയൊക്കെ ചേർത്താണ് കഴിക്കുന്നത്. ഈ മസാലയുടെ മണമാണ് നമ്മളെ രുചി പിടിപ്പിച്ച് കൊതിപ്പിച്ച് അതിലേക്ക് പോകുന്നതെന്ന് മനസ്സിലാക്കുക. അപ്പം കൃത്യമായിട്ടും ഉച്ചക്കലത്തെ ഭക്ഷണം 1 മണിക്കും വൈകിട്ടത്തേത് 7:30-ക്ക് 8-ന് മുമ്പായിട്ട് കഴിച്ചിരിക്കണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകിട്ടത്തെ ആഹാരം കഴിച്ചതിന് ശേഷം നമുക്ക് ദഹനപ്രക്രിയ വളരെ കുറഞ്ഞിരിക്കും. ഒന്ന്, പ്ലാന്റ്സ് ഒന്നും തന്നെ ഓക്സിജൻ വിടുന്നില്ല. അപ്പോൾ ഓക്സിജൻ പുറത്തില്ല, എല്ലാം കാർബൺ ഡയോക്സൈഡാണ്. അതുപോലെ നമ്മൾ വൈകിട്ടത്തെ ആഹാരം കഴിച്ചതിന് ശേഷം കിടക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ലേറ്റായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, ആഹാരം കഴിച്ച് കിടന്നു കഴിഞ്ഞാൽ ഡൈജഷനുള്ള ആ പ്രക്രിയയ്ക്കുള്ള സമയം കിട്ടത്തില്ല. അതുകൊണ്ട് എന്ത് പറ്റും, നമ്മുടെ ശരീരത്ത് ഇൻഡൈജഷൻ ഉണ്ടായിട്ട് പിറ്റേ ദിവസം ഇതെല്ലാം കൂടി ഗ്യാസായിട്ട് ഉണ്ടായിട്ട് ശരീരത്തിന് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും, ടോക്സിൻ ഉണ്ടാക്കുക പിന്നെ ചെയ്യും. അതുകൊണ്ട് ഡൈജഷൻ പ്രക്രിയ കൃത്യമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ ആഹാര രീതി വ്യക്തമായിട്ട് സമയാസമയങ്ങളിൽ കഴിക്കുക, അതുപോലുള്ള ആഹാരം കഴിക്കുക. അപ്പോൾ ദഹനക്കേടുണ്ടാവും, ഗ്യാസ് ഉണ്ടാവും, അതുപോലെ വിശപ്പില്ലായ്മ ഉണ്ടാകും. ഇവ അനുഭവപ്പെടുന്ന എല്ലാം ഈ പ്രാണൻ്റെ കുറവ് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. ഇനി ഉദാന പ്രാണൻ, കഴുത്തിന് മുകളിലുള്ള ഭാഗത്താണ് ഉദാനൻ്റെ പ്രവർത്തനം, നേരത്തെ പറഞ്ഞു കണ്ഠഭാഗത്താണ്. അത് സംസാരം, ഓർമ്മശക്തി, ഉന്മേഷം എന്നിവയെ സ്വാധീനിക്കുന്നു. ഇതിൻ്റെ കുറവുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ സംസാരത്തിൽ വാക്കുകൾ നമുക്ക് കൂടുതൽ സംസാരിച്ചാൽ ഊർജം കുറഞ്ഞായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഉദാനൻ്റെ കുറവാണല്ലോ സംസാരശേഷിയിലുണ്ടാകുന്നത്. അതുപോലെ തന്നെ തൊണ്ടവേദന ഉണ്ടാകുന്നത് മിക്കവാറും സമയങ്ങളുണ്ടാകുന്നത് ഇതിൻ്റെ കുറവുകൊണ്ടാണ്. ഓർമ്മക്കുറവ്, പലപ്പോഴും നമ്മൾ ഏതെങ്കിലും ഒരു സാധനം കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച സ്ഥലം പോലും നമുക്ക് പിന്നെ ഓർക്കാൻ കഴിയാത്തതും പല കാര്യങ്ങളും ഓർക്കാൻ പറ്റാത്തതും ഇതുകൊണ്ടാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ശരീരത്തിന് തളർച്ച അനുഭവപ്പെടുക, ഇതെല്ലാം ഉദാനൻ്റെ പ്രശ്നമാണ്. ഉദാനൻ വേറൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്, അത് വളരെ പ്രാധാന്യമുള്ളതാണ് ഉദാനൻ്റെ ആ ഒരു കർത്തവ്യം എന്ന് പറയുന്നത്. അത് ഞാൻ വേറൊരു വീഡിയോയ്ക്കകത്തിടാം, ഉദാനൻ്റെ ഫങ്ഷൻ എന്താണെന്നുള്ളത്. ഇനിയുള്ളത് വ്യാനനാണ്. വ്യാനൻ എന്ന് പറയുന്നത് ശരീരം മുഴുവൻ വ്യാപിച്ച് നിൽക്കുന്ന ഊർജമാണിത്. ഇത് രക്തചംക്രമണം, പേശികളുടെ ചലനം എന്നിവയെ നിയന്ത്രിക്കുന്നു. ശരീരത്തിന് മൊത്തം രക്തചംക്രമണം നടത്തണമെന്നുണ്ടെങ്കിൽ വ്യാനൻ്റെ ഫങ്ഷൻ ശരിയായിട്ടിരിക്കണം. വ്യാനപ്രാണൻ അത് കുറവാണെന്നുണ്ടെങ്കിൽ ചംക്രമണം ശരിയാവാതെ വരും. അപ്പോൾ പേശികളുടെ ചലനം, മൂവ്മെൻറ്റ്സ് കുറയും. പലരുടെയും പേശികളുടെ ചലനം കുറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാനൻ്റെ പ്രവർത്തനം കുറവാണ് എന്ന് പറയുന്നു. അപ്പം ഇതിനെന്താണ് ഉണ്ടാവുന്നത്, ശരീരത്തിന് സന്ധിവേദന ഉണ്ടാവാം, വ്യാനൻ്റെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നതാണ്. രക്തയോട്ടം കുറയുക, സന്ധിവേദന ഉണ്ടാവുക, തൊലിപ്പുറത്തെ പ്രശ്നങ്ങളുണ്ടാവുക, പെട്ടെന്ന് തളർച്ച അനുഭവപ്പെടുക എന്നിവ ഇതെല്ലാം തന്നെ വ്യാനൻ്റെ കുറവാണ്. ശരീരത്തിന് വഴക്കം നഷ്ടപ്പെടുക, കാര്യം എന്ന് പറഞ്ഞാൽ കുനിയാൻ പറ്റാത്ത അവസ്ഥ, അതുപോലെ തന്നെ കൈ മടക്കാൻ പറ്റാത്ത അവസ്ഥ, മുട്ടിന് വേദന, ഇതെല്ലാം ഇതിൻ്റെ പ്രശ്നങ്ങളാണെന്ന് പറയപ്പെടും. ചുരുക്കത്തിൽ പറഞ്ഞാൽ പഞ്ചപ്രാണങ്ങളുടെ പ്രവർത്തനം കുറയുമ്പോൾ ശരീരത്തിൻ്റെ സ്വാഭാവികമായ താളം തെറ്റുകയും രോഗങ്ങൾക്കും അതുപോലെ മാനസികമായ തളർച്ചയ്ക്കും കാരണമാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇതെങ്ങനെ നമുക്ക്, ഞാൻ നേരത്തെ പറഞ്ഞു, ശരിയാക്കി കൊണ്ടുവരാൻ പറ്റും. പ്രാണായാമം, യോഗാസനങ്ങൾ, മിതമായ ആഹാരം എന്നിവ കൊണ്ട് നമുക്കിതിനെ റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പ്രാണായാമം, യോഗാസനം, യോഗ പഠിക്കുക, യോഗാസനങ്ങൾ ചെയ്യുക. ശരീരത്തിൻ്റെ വ്യായാമം അത്യാവശ്യമാണ്. ഈ വ്യായാമം ചെയ്യുന്നതോറും നമ്മുടെ ശരീരത്തിൽ ശ്വാസം കൂടുതലായിട്ട് പ്രവേശിക്കാൻ തുടങ്ങും, ശ്വാസത്തിൻ്റെ അളവ് കൂടും. കൂടിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് ഇതിൻ്റെ കുറവെല്ലാം പരിഹരിച്ച് ശരീരത്തിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് ആരോഗ്യസ്ഥിതിയിലേക്ക് കൊണ്ടുപോകാൻ വരും. അപ്പം മിതമായ ആഹാരം, ശരിയായിട്ടുള്ള ആഹാരം, അതുപോലെ തന്നെ വ്യായാമം, ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഒരു നല്ല എന്താണ് പറയുന്നത്, മരിക്കുന്നിടം വരെ നല്ല ഒരു ശരീരത്തെ, നല്ല ഒരു ആരോഗ്യമുള്ള ശരീരത്തെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് പറയും. അതിന് അത്യാവശ്യമുള്ള സാധനമാണ് ഈ പ്രാണായാമം എന്ന് പറയുന്നത്. പ്രാണായാമത്തെക്കുറിച്ച് പലർക്കും അറിവില്ല. അറിയാത്തതെന്ന് പറഞ്ഞാൽ അവർക്ക് അതിനെക്കുറിച്ചുള്ള ഒരു തലത്തിലേക്ക് പോകാത്തത് കൊണ്ടാണ് അവർക്കിത് അറിയാൻ പറ്റാത്തത്. അതുകൊണ്ട് എവിടെ യോഗാ സെൻറ്റർ ഉണ്ടോ, അതും നല്ല ആചാര്യന്മാർ പഠിപ്പിക്കുന്ന യോഗാ സെൻറ്റർ ഉണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കുക. നിങ്ങൾക്ക് ഗുണകരമായ രീതിയിൽ നിങ്ങളുടെ ശരീരത്തിൻ്റെ ആരോഗ്യം നിലനിർത്താൻ സാധിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഞാൻ സമാപിക്കുകയാണ്. അതിന് മുൻപായിട്ട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി 5 ഉപപ്രാണന്മാരുണ്ട്, അത് ഞാൻ വേറൊരു വീഡിയോയിലിടാം. നമസ്കാരം.